സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന് ഇന്ന് തുടക്കമാവാൻ പോവുകയാണ്. ആഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി കാസർഗോഡ് കാലിക്കടവ് മൈതാനിയിൽ നിർവഹിക്കും. മെയ് 30 വരെയാണ് ആഘോഷ പരിപാടികൾ. എന്റെ കേരളം പ്രദർശനമേളയുടെ വിപണനോദ്ഘാടനവും ഇന്ന് നടക്കും. സരീഷ് പിക്കെയും നിഖിലുമുണ്ട്. അപ്പോൾ രണ്ടുപേരും തത്സമയമുണ്ട്. ആദ്യം നിഖിലിലേക്കാണ്. കാലിക്കടവിൽ നിന്ന് നിഖിൽ ചേരും. നിഖിൽ, ഗുഡ് മോർണിംഗ്. മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനം അല്പസമയത്തിനകം നടക്കും. കാലിക്കടവിലെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? ഗുഡ് മോർണിംഗ് സേതു. ഏതായാലും രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷം അത് വളരെ ഗംഭീരമായി തന്നെ അല്പസമയത്തിനകം കാലിക്കടവിൽ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ്. ഞാനിപ്പോഴുള്ളത് ഈ 4ാം വാർഷികത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന എൻ്റെ കേരളം ഈ പ്രദർശന വിപണന മേളയുടെ സ്റ്റാളിന് മുന്നിലാണ്. അല്പസമയത്തിനകം ഈ സ്റ്റാൾ ഉദ്ഘാടനം ചെയ്യും. ഒപ്പം തന്നെ ഈ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം വേദിയിൽ നിർവഹിക്കും. അത്തരത്തിൽ ഉള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. മന്ത്രിമാർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുന്നുണ്ട്. മന്ത്രിമാരെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ട്. എങ്ങനെയാണ് 4ാം വർഷത്തിലേക്ക് സർക്കാർ കടക്കുകയാണ്? ഇവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? പിന്നെ ഒരുക്കങ്ങൾ തന്നെ കാണുകയില്ലേ. പൂർത്തീകരണം പറഞ്ഞ ഒരു സമാരംഭത്തിന് ആവശ്യമായ സംവിധാനങ്ങളൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ 4 വർഷങ്ങളിലേക്ക് സർക്കാർ കടക്കുമ്പോൾ ജനങ്ങൾ അതിനെ പൂർണ്ണമായും സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണോ ഈ ചിന്തിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം ജനങ്ങൾക്ക് ജീവിതത്തിൽ ബോധ്യമുള്ള, പകൽ വെളിച്ചം പോലെ ബോധ്യമുള്ളൊരു കാര്യത്തിന് വേറെ ആരും സർട്ടിഫിക്കറ്റും വിശദീകരണമൊന്നും ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇത് ഓരോ കാര്യങ്ങളെയും എല്ലാ കാര്യങ്ങളും കേരളത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് പോലും പറഞ്ഞ എന്താ? വിദ്യാഭ്യാസ രംഗത്ത് കേരളം 1ാം സ്ഥാനത്ത്, ആരോഗ്യരംഗത്ത് കേരളം 1ാം സ്ഥാനത്ത്, അങ്ങനെ ഒരുപാട് A+ 1ാം സ്ഥാനം കിട്ടിക്കൊണ്ടിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ആ രംഗത്ത് അത് നിഷേധിക്കാൻ കഴിയില്ല ആർക്കും. കാരണം പകൽ വെളിച്ചം പോലെ ബോധ്യമുള്ള കാര്യങ്ങളിൽ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതാണ് കേരളത്തിൽ ദൃശ്യമാകുന്നത്. അത് ഈ വാർഷിക പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ആലോചന കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ വ്യക്തമായ നിലയിൽ അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. പ്രാവർത്തികമായിക്കൊണ്ട് മുന്നോട്ട് പോവുകയുമാണ്. 10 മണിയോടുകൂടി തന്നെ മുഖ്യമന്ത്രി എത്തി ഉദ്ഘാടന പരിപാടികളൊക്കെ എടുക്കട്ടെ. കണ്ണൂർ പുറപ്പെട്ടില്ല. സേതു, ഏതായാലും അങ്ങനെ തന്നെയാണ്. ഈ ജനങ്ങൾ കൃത്യമായ ഒരു മാർക്ക് സർക്കാരിന് നൽകിയിട്ടുണ്ട്. അത് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇത്തരം മേളകൾ അതൊക്കെ ജനങ്ങൾക്ക് എന്തൊക്കെ ഈ സർക്കാർ നൽകി എന്നുള്ള കാര്യങ്ങൾ അവരെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക, അറിയിക്കുക എന്നുള്ളതാണ് ഈ പ്രദർശന വിപണന മേളകളുടെ ലക്ഷ്യം എന്നാണ് പറയുന്നത്. ഏതായാലും പിണറായി വിജയൻ സർക്കാർ, രണ്ടാം പിണറായി വിജയൻ സർക്കാർ 4ാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ വളരെ വിപുലമായ ഒരു പരിപാടികൾ തന്നെയാണ് സംസ്ഥാനത്തുടനീളം നടക്കുന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ ഔപചാരികമായ സംസ്ഥാനതല ഉദ്ഘാടനമാണ് കാലിക്കടവിൽ നടക്കാൻ പോകുന്നത്. തുടർന്ന് അങ്ങോട്ട് എല്ലാ ജില്ലകളിലേക്കും ഈ പ്രദർശന വിപണന മേളകളെത്തും. ഒപ്പം തന്നെ ജില്ലയിലെ വിവിധ മേഖലകളിലുള്ള വ്യക്തികളുമായി മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചകളുണ്ട്. ഇതെല്ലാം തന്നെയായി വളരെ സജീവമായ 4ാം വാർഷികാഘോഷത്തിലേക്കാണ് ഏതായാലും സംസ്ഥാന സർക്കാർ കടക്കുന്നത്. 10 മണിയോടുകൂടി തന്നെ ഔദ്യോഗികമായി സംസ്ഥാന തലത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടും. സരീഷ് കൂടി നമുക്കൊപ്പം ചേർന്നുണ്ട്. സരീഷ്, 1 മാസം നീളുന്ന പരിപാടികളാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഈ 4ാം വർഷത്തിലേക്ക് സർക്കാർ കടക്കുന്നു എന്നതിനപ്പുറം ഒരു ഭരണ തുടർച്ച ലക്ഷ്യമിട്ടുള്ള പ്രചരണം കൂടിയാണ് സർക്കാരിന്റെ ലക്ഷ്യം. തീർച്ചയായും. കാരണം രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികം, അതിനപ്പുറത്തേക്ക് ഇനി എന്തൊക്കെ ചെയ്യണം, അടുത്ത ഒരു ഭരണം പിടിക്കാൻ അത് എന്തൊക്കെ വേണം, ആളുകളുടെ ഒരു അഭിപ്രായ സ്വരൂപീകരണം അതുകൂടിയാണ് ഈ പിണറായിയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു സംവാദത്തിലൂടെ ലക്ഷ്യമിടുന്നത്. എല്ലാ ജില്ലകളിലും 14 ജില്ലകളിലും ഇത്തരത്തിൽ പ്രമുഖരുമായി സംവദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബേക്കൽ ക്ലബ്ബിലാണ്. ഈ ബേക്കൽ ക്ലബ്ബിലെ എനിക്ക് പിന്നിൽ കാണുന്ന ഇവിടെയാണ് ഈ മുഖാമുഖം പരിപാടി നടക്കുന്നത്. അതിൽ പ്രധാനമായും ഈ നാനാതുറകളിലുള്ളവരുടെ പ്രാതിനിധ്യം ഈ ബേക്കൽ ക്ലബ്ബിൽ ഉണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനമായി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ ആർക്കൊക്കെയാണോ ഈ സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുടെ ഭാഗമായി ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുള്ളത് അവരുടെ ഒരു പ്രാതിനിധ്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റ് വിവിധ ഭാഗങ്ങളിലുള്ള അല്ലെങ്കിൽ വിവിധ മേഖലകളിലുള്ള ആളുകളെ കൂടി ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കാരണം ഇനി എന്ത് ചെയ്യണം, കാരണം 4 വർഷത്തിനുള്ളിൽ സംസ്ഥാന സർക്കാർ ഏതൊക്കെ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്, അതിൽ ഏതൊക്കെയാണ് വിജയമായിട്ടുള്ളത്, അതോടൊപ്പം തന്നെ വരും നാളുകളിൽ സംസ്ഥാന സർക്കാർ എന്ത് പദ്ധതികളാണ് നടപ്പിലാക്കേണ്ടത്, അത് എത്രത്തോളം ജനങ്ങൾക്ക് ഗുണം ചെയ്യും, ജനങ്ങളുടെ ഒരു വികാരം കൃത്യമായി മനസ്സിലാക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. അങ്ങനെ 500ഓളം പേർ പങ്കെടുക്കുന്ന പരിപാടികൾ എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കുന്നുണ്ട്. അതിന് കൂടി ഇന്ന് തുടക്കമാവുകയാണ്. മുഖ്യമന്ത്രിയുമായി കൃത്യമായി
ഏത് രീതിയിലാണ് സംസ്ഥാന സർക്കാരിന് ഗുണങ്ങൾ ലഭിച്ചത്, അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ, പദ്ധതികളുടെ വിഹിതം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധികളുണ്ടോ, അതെല്ലാം തന്നെ മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംവദിക്കുക എന്നുള്ളതാണ് ഈ പരിപാടിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. അതിന് 11 മണിക്കാണ്, അതായത് കാലിക്കടവിൽ നിന്നും ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞ് നേരെ അദ്ദേഹം എത്തുന്നത് ഇവിടേക്കായിരിക്കും. അതിന് മുൻപ് തന്നെ ആളുകളെ മുഴുവനായി, അതായത് നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്ത ആളുകളെയാണ് ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നത്. 9 മണി മുതൽ തന്നെ ആളുകൾ ഈ പരിപാടിയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ എല്ലാ മേഖലകളിലുമുള്ളവരെ, അതായത് ഏതെങ്കിലും തരത്തിൽ സെലക്ട് ചെയ്തതിനപ്പുറത്തേക്ക് എല്ലാ മേഖലകളുമുള്ളവരുടെ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അവരെല്ലാം തന്നെ മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംസാരിക്കും. അവരുടെ ആശങ്കകൾ, അവരുടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെല്ലാം തന്നെ സംസ്ഥാന സർക്കാരുമായും മുഖ്യമന്ത്രിയുമായും സംവദിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ ബേക്കൽ ക്ലബ്ബിൽ നടക്കുന്ന പരിപാടിയുടെ ലക്ഷ്യം. ഓക്കെ സരീഷ്, വ്യക്തമാണ്. സരീഷിലേക്കൊക്കെ ഇനി വരും മണിക്കൂറുകളിലും മടങ്ങിയെത്താം. പ്രിയപ്പെട്ടവരെ, സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം ആരംഭിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. നമ്മുടെ നിഖിലും അതുപോലെ തന്നെ സരീഷുമാണ് കാസർഗോഡ് നിന്ന് ഈ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.